ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് വരാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹാങ്ഡ് മാൻ, 4 of Wands, Page of Pentacles, King of Wands, 4 of Cups, King of Swords, ഒരു കാർഡ് കൂടെ എടുക്കാം, The Fool. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ചാരിയറ്റ് ആണ്. കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി, നിങ്ങൾ അത്രയും സ്നേഹിച്ച അത്രയും ഇഷ്ടപ്പെട്ട വ്യക്തി, പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അത്രയും ഒരു സ്നേഹമോ കെയറോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാത്തിനും ആ ഒരു വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു നേച്ചറായിട്ടാണ് നിന്നിരിക്കുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ളിലുണ്ട്, ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അവർ നിങ്ങളോടൊന്ന് എക്സ്പ്രസ് ചെയ്യുകയോ ഒന്നും നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ക്യാരക്ടറല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എൻ്റെ ലൈഫ് ഒട്ടും മുന്നോട്ട് പോകുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും എനിക്ക് കിട്ടുന്നില്ല, ഇതെന്ത് ലൈഫാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, ഇതാണോ ഞാൻ ആഗ്രഹിച്ചത്, ഇത്രയും ഞാൻ സ്നേഹിച്ചതല്ലേ, ഞാൻ അത്രയും കെയർ കൊടുത്തതല്ല, അങ്ങനെയൊക്കെ ഒത്തിരി സ്നേഹിച്ച് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ഒന്നും കിട്ടാത്ത ഒരു ഫീലിംഗ് ആണ് കാണുന്നത്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 4 of Wands ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ അത്രയും ഒരു ഹാപ്പിനെസ്സും നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കും എന്നാണ് കാണുന്നത്. ഇവിടെ 4 of Cups വന്നിട്ടുണ്ട്, 4 of Wands വന്നിട്ടുണ്ട്. 4 എന്ന് പറയുമ്പോഴേ 4 നമ്മൾ ഏഞ്ചൽ നമ്പർ പറയുമല്ലോ, അത് നിങ്ങൾ ഒത്തിരി അതിനെ ഓർത്ത് നിങ്ങൾ ഒത്തിരി വറി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്നാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ലൈഫിൽ 4 of Wands ഒരു ഹാപ്പിനെസ് വരും. നിങ്ങൾ ആഗ്രഹിച്ച ആ ലൈഫ് പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ മനസ്സിലാക്കി വരും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാരീഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. ഇവിടെ 4 of Cups എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ഒന്നിലും താല്പര്യമില്ല. നിങ്ങൾ അത്രയും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും ആ വ്യക്തിയെ നിങ്ങൾക്ക് അത്രയും സ്നേഹിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാനും കഴിയുന്നില്ല, വിടാനും കഴിയുന്നില്ല. അങ്ങനെ ഒന്നിലും ഫോക്കസ് ചെയ്യാതെ ഒട്ടും ഹാപ്പി അല്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാതെ ആ വ്യക്തിയിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുമെന്നാണ് കാണുന്നത്. അതാണ് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരുമെന്നാണ് കാണുന്നത്. ഇവിടെ വീണ്ടും ഒരു കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. 2 കിങ്ങും പറയുന്നത് ആ വ്യക്തിക്ക് ഉള്ളിൽ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, യെസ് തന്നെയാണ്. പക്ഷേ അവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് ഈഗോ ഉണ്ട്. അതൊന്നും നിങ്ങളോട് പ്രകടിപ്പിക്കുന്നില്ല. അത് മാത്രമല്ല അവരെപ്പോഴും വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ്. മാത്രമല്ല അവരൊക്കെ കുറച്ച് പേരൊക്കെ അവരുടെ ഫാമിലി പറയുന്നത് കേൾക്കും. അതായത് കാരണം ഞാൻ ഭയങ്കര റെസ്പോൺസിബിളാണ്, ഞാൻ ഭയങ്കര ഫാമിലിയൊക്കെ പറയുന്നത് പോലെ ഈ സമൂഹം എന്ത് വിചാരിക്കുന്നു അതുപോലെയൊക്കെ ഞാനിരിക്കും, അങ്ങനെയൊക്കെ ഒരു കടുംപിടുത്തങ്ങളൊക്കെ ഉള്ള ചില വ്യക്തികളാണ്. എന്നാൽ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. വീൽ എന്ന് പറയുമ്പോഴേ ഒരു മാറ്റം, ആ ഒരു കാര്യങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ, ഡോമിനേഷൻ, കൺട്രോളിങ്, ഞാൻ പറയുന്നതാണ് ശരി, അങ്ങനെ തന്നെ ഇരിക്കണം, അങ്ങനെയൊക്കെ ഒന്ന് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വറി ചെയ്തിട്ടുണ്ടാവും. എന്നാൽ അതെല്ലാം മാറ്റം വരും എന്നാണ് കാണുന്നത്. ആ കാലചക്രം തിരിയുന്നു എന്നാണ്, അത് നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിയുന്നു എന്നാണ് കാണുന്നത്. ലക്ക് എല്ലാം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു. പിന്നെ ഇവിടെ ഫുൾ കാർഡും വന്നിട്ടുണ്ട്, പേജ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. രണ്ടും പറയുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരും. അതിപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർ നിങ്ങളെ മനസ്സിലാക്കി ആ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ അതാണ് നിങ്ങളെ ബാധിച്ചു കൊണ്ടിരുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം കിട്ടാൻ പോകുന്നു. ആ ഒരു എനർജിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകാൻ തുടങ്ങും. അവർ നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങും. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ മണി, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കരിയറിലോ ഇല്ല ജോലിയിലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ അതൊക്കെ തുടങ്ങിയാൽ അത് വെച്ച് നിങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് മണി ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടുത്തെ ഫുൾ കാർഡും വന്നിട്ടുണ്ട്. ഫുൾ എന്ന് പറയുമ്പോഴും ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്. അതായത് നിങ്ങൾ അത്രയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ
അതുകൊണ്ട് ഒരു പുതിയ തുടക്കം വരികയും സക്സസ് കിട്ടുകയും ചെയ്യും. ഇപ്പം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള കറക്റ്റ് ടൈമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ സക്സസ്സും സന്തോഷവും വരും എന്നാണ് കാണുന്നത്. അത് കരിയർ ബേസാണ്. പക്ഷേ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടും. ആ മാറ്റം ഇവിടെ വരുന്നു എന്നാണ് കാണുന്നത്. സോ നിങ്ങൾ വരി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 4ഉം 4ഉം ഒക്കെ പറയുന്നത് വരി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഒത്തൊരുമയായിട്ട് ഒരു ഈക്വൽ ഗീവൻ ടേക്കൊക്കെ തന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ ദ ചാരിയറ്റും വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്കം ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നാണ് കാണുന്നത്. അതായത് അവരിപ്പം ഇതുവരെ ഒരു ഹാങ്ഡ് മാനും പറയുന്ന സ്റ്റക്ക് സിറ്റുവേഷൻ. സോ ആ സ്റ്റക്ക് സിറ്റുവേഷൻ മാറി ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇതുവരെ ഒരു മൂവ്മെൻറ്റ് ഇല്ലാതെ തളർന്നിരിക്കുകയാണെങ്കിൽ അതിനൊരു ചേഞ്ച് വരും, ഒരു മൂവ്മെൻ്റ് ഉണ്ടാകും. നിങ്ങളുടെ അടുത്തേക്ക് ആ വ്യക്തി വരും, നിങ്ങളെ മനസ്സിലാക്കും. ആ ഡോമിനേറ്റിംഗ് നേച്ചറിൽ നിന്നല്ല അവർ പുറത്ത് വരുന്നു, അവർക്കുള്ളിൽ ഒരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ ഹെറോഫൻറ്റും വന്നിട്ടുണ്ട്. അവർക്ക് ചില ലെസൺസ് പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മളെപ്പോൾ ആ ലെസൺസ് പഠിക്കുന്നു അപ്പോൾ ആ കാലചക്രം നമ്മുടെ ഭാഗത്തേക്ക് തിരിയും. ഒരു കാർമിക് സൈക്കിളിലൂടെയൊക്കെ കുറച്ച് പേര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കാർമിക് സൈക്കിളിൽ നിന്ന് പഠിക്കേണ്ട പാഠം പഠിച്ചു കഴിഞ്ഞു അവർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഒരു പുതിയ തുടക്കം വരും. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം കിട്ടുമെന്നാണ് കാണുന്നത്. ഇവിടെ 3 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു ഹാർട്ട് ബ്രേക്കിങ് അത്രയും സങ്കടത്തിലൂടെ അത്രയും വിഷമത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോരോ സിറ്റുവേഷൻസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അല്ലാതെ തന്നെ വേറെ പല കാര്യങ്ങളും ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്യുക. സോ ഏത് സിറ്റുവേഷൻസിലൂടെ പോയി നിങ്ങൾ അത്രയും ദുഃഖിച്ച് വേദനിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. അതെല്ലാം മാറിപ്പോകുന്നു, അതിനൊരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. അതുമാത്രമല്ല നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസും വരുന്നു, പുതിയ തുടക്കവും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലും ഒരു സക്സസ് വരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ അവിടെ പേജ് ഓഫ് സോർട്സും പറയുന്നത് അതാണ്. 3 വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരു വ്യക്തത കിട്ടാതെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ഇരിക്കുന്നത്, എന്താണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഒരു ക്ലാരിറ്റി വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കുമെന്നാണ് കാണുന്നത്. സോ ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. ഇനി നമുക്ക് യൂണിവേഴ്സ് ഗൈഡൻസ് നോക്കാം. അത് നിങ്ങൾ എന്താണ് ഇനി മുമ്പോട്ട് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. യൂണിവേഴ്സ് ഗൈഡൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ 5 ഓഫ് കപ്സ്, 5 ഓഫ് പെൻഡക്കിൾസ്, സ്ട്രെങ്ത്, ലവേഴ്സ്. വാവ്. 5 ഓഫ് കപ്സും വന്നിട്ടുണ്ട്, 5 ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട്. 5 എന്ന് പറയുമ്പോഴേ ഒരു ചേഞ്ചാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു സഡൻ ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂണും പറയുന്നത് ഒരു സഡൻ ചേഞ്ച്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സഡൻ ചേഞ്ച് വരുന്നു. നിങ്ങൾ ആൾറെഡി ഒരു ഹാർട്ട് ബ്രേക്കിങ്ങിലും മുമ്പിൽ ഒരു പ്രതീക്ഷയില്ലാതെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ചേഞ്ച് വരുന്നു. 5 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോഴും പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇവിടെ ആൾറെഡി മണി, പേജ് ഓഫ് സോർട്സ്, മണി വീണ്ടും വീണ്ടും വരുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും അവസരങ്ങളോ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസും വരും. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതവും കിട്ടും എന്നാണ് കാണുന്നത്. അത് മാത്രമല്ല ഇവിടെ സ്ട്രെങ്തും വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേ ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ നിങ്ങൾ കുറേ സ്ട്രെങ്ത് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്കുള്ളിൽ തന്നെ ഒരു കോൺഫിഡൻറ്റും എന്ത് ഫേസ് ചെയ്യാനുള്ള ശക്തിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കുറേ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ സ്ട്രെങ്ത് നമുക്ക് വരുന്നത്. ആ സ്ട്രെങ്ത് എപ്പോൾ വരുന്നുവോ അപ്പോൾ നമ്മുടെ ലൈഫ് മാറാൻ തുടങ്ങും. സോ ഇവിടെ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വെറും ഒരു റിലേഷൻഷിപ്പ് അല്ല, ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അത് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ അത്രയും മനസ്സിലാക്കി കെയർ ചെയ്ത് നിങ്ങളുടെ കൂടെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഒക്കെ തന്നു നിൽക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു ചേഞ്ച് വരും എന്നാണ് കാണുന്നത്.